നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തായാലും വീടിന്റെ കടം തീർക്കാനെന്ന് പറഞ്ഞ അമ്മ ഇനി അവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട. ഇങ്ങ പോരെ. അമ്മ ഒപ്പം ഉള്ളപ്പോ കരയാനെങ്കിലും ഒരു കൂട്ടുണ്ടാവുമല്ലോ. ഞാൻ ഫോൺ വെക്കാം, പിന്നെ വിളിക്കാം. അപ്പോ ഇരുകൂട്ടരും ഒപ്പിട്ടോളാ. ഇവിടെ തുകയൊക്കെ കൈപ്പറ്റിയല്ലോ അല്ലേ? കിട്ടി സർ. എന്നാ പിന്നെ ശരി, ഓക്കെ. സർ, ഞങ്ങൾക്കൊരു സഹായം കൂടി ചെയ്യണം. പറയുന്നത് ശരിയല്ലെന്നറിയാം, എന്നാലും വീടൊഴിയാൻ 1 മാസത്തെ സാവകാശം കൂടി ഞങ്ങൾക്ക് തരണം. അയ്യോ, ഒരു ധൃതിയും വേണ്ട. 1 മാസം എന്ന സമയവും വെക്കണ്ട. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയം എടുത്തോളൂ. നേരെ പോലീസ് സ്റ്റേഷനിലേക്കാ പോകുന്നത്. പോലീസിനെയും കൂട്ടി വേണം സ്വർണ്ണമ്മയ്ക്ക് പണം കൊടുക്കാൻ പോവാൻ. മുഴുവനും അങ്ങ് കൊണ്ട് കൊടുത്തേക്കരുത്. 3 ലക്ഷം മാറ്റി വെച്ചിട്ട് വേണം കൊടുക്കാൻ. അവർക്ക് കൊടുക്കാനുള്ളത് 11 ലക്ഷം അല്ലേ? ചേച്ചിയെ വിശ്വസിക്കാൻ പറ്റില്ല. ചിലപ്പോ അതും ചെയ്തെന്ന് വരും. നന്മമരമല്ലേ. ഇത്രയും ദ്രോഹിച്ച ഭദ്രനെ വെറുതെ വിടണമെന്ന് വരെ പറഞ്ഞ ആളാ. നിങ്ങളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിടാം. അല്ല സാറേ, ഞങ്ങള് സ്കൂട്ടറിലാ വന്നത്. അത് വേണ്ട. പണവുമായിട്ട് സ്കൂട്ടറിൽ പോകണ്ട. അവിടെ നിന്ന് പോവാൻ പിന്നെ പോലീസ് ഉണ്ടാവല്ലോ. ഒരു കാര്യം ചെയ്യ്, ദേവിക സ്കൂട്ടറിൽ വരട്ടെ. ചേച്ചി പോയിക്കോ. ഞാൻ ചെല്ലട്ടെ. ഓ, എല്ലാം കഴിഞ്ഞു മോളെ. കഴിഞ്ഞമ്മ. മുത്തശ്ശന് നല്ല സങ്കടമുണ്ട്. എന്ത് ചെയ്യാനാ മോളെ? എനിക്ക് സങ്കടമില്ലെന്നാണോ? ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. മോഹനേട്ടന്റെ സ്വപ്നമാണ് ഞാൻ തകർത്തത്. മറച്ചു കെട്ടി മഴ നനയാതെ കിടക്കാൻ ഒരിടം. കോൺക്രീറ്റ് വാർത്തപ്പോ മോഹനേട്ടൻ പറഞ്ഞത് അങ്ങനെയാ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 1 കൊല്ലത്തിനകം ഒരു 2ാം നില ഞാൻ കേട്ടു. മുകളിൽ വേണം ഞങ്ങളുടെ ബെഡ്റൂം. പിള്ളേർക്ക് 2 താഴെ. അവർക്ക് കൂട്ടിനായിട്ട് അച്ഛനൊരു മുറി താഴെ. എല്ലാം പോയില്ലേ? എന്തിനാ പറഞ്ഞ് നിന്നെയും കൂടി കരയിക്കുന്നത്? എന്നാലും ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട്. ആ വൃത്തികെട്ടവന്റെ കൂടെ നിന്നെ പറഞ്ഞയക്കേണ്ടി വന്നില്ലല്ലോ. എല്ലാം സഹിച്ച് ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചാൽ മതിയായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് തോന്നുന്നു. അങ്ങനെ പറയല്ലേ മോളെ. നിനക്ക് അല്ല, നിങ്ങൾക്ക് രണ്ടിനും നല്ലൊരു ജീവിതം. അതിലെങ്കിലും എന്റെ വാശി നടക്കണം. എന്തായാലും വീടിന്റെ കടം തീർക്കാനെന്ന് പറഞ്ഞ അമ്മ ഇനി അവിടെ കിടന്ന് കഷ്ടപ്പെടണ്ട. ഇങ്ങ പോരെ. അമ്മ ഒപ്പം ഉള്ളപ്പോ കരയാനെങ്കിലും ഒരു കൂട്ടുണ്ടാവുമല്ലോ. ഞാൻ ഫോൺ വെക്കാം, പിന്നെ വിളിക്കാം.
ശേഷം എനിക്ക് അവിടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അത് അപ്പുറത്തേക്കിറങ്ങി. പക്ഷേ നിന്റെ കണ്ണീര് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല മോളെ. മുത്തശ്ശ, സാരമില്ല മോളെ. വാ, നമുക്ക് പോകാം. എന്താ എല്ലാരും കൂടി ഇങ്ങോട്ട്? എന്നെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കയറ്റാനാണോ പരിപാടി? ദേ, നിങ്ങൾക്ക് തരാനുള്ള മുഴുവൻ പണവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇടപാട് തീർത്തെന്ന് പറഞ്ഞ് എഗ്രിമെന്റ് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അങ്ങനെ പെട്ടെന്ന് വന്ന് പറഞ്ഞാ ഇടപാടൊന്നും തീരില്ല. അത് കൊള്ളാലോ. നിങ്ങൾ തന്നതിന്റെ 3 ഇരട്ടി പണം പലിശയായി തന്നു കഴിഞ്ഞു. ഇനി മുതൽ പോലും കൊടുക്കണ്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ചില്ലേ എസ് ഐ സാറ് പറഞ്ഞത്? എന്നിട്ട് പണം കൊണ്ടുവന്നത് ഞങ്ങളുടെ മര്യാദ. ഇതങ്ങോട്ട് വാങ്ങിക്കും. നിങ്ങളുടെ കയ്യിൽ നിന്ന് എൻ്റെ മോനും ഇവരുടെ അമ്പയും വാങ്ങിയ മുഴുവൻ തുകയുമുണ്ട്. അങ്ങനെയൊന്നും ഇടപാട് തീരില്ല. പലപ്പോഴായിട്ട് നിങ്ങളുടെ മകൾ സുലോചന എന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട്. അതാര് തരും? അതൊക്കെ ഞങ്ങൾക്ക് കൂടി ബോധ്യപ്പെടണ്ടേ? അതുകൊണ്ട് അതേക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ ഇടപാടുകൾ മുഴുവൻ തീർത്തെന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം. അതല്ല ഇനിയും ന്യായം പറഞ്ഞ് നിൽക്കാനാണ് ഭാവമെങ്കിൽ നിങ്ങളെ കൂടി കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. എന്താ അത് വേണോ? കൂട്ടിന് ലോക്കപ്പിൽ മൗനവും ഉണ്ട്. പ്രമാണമല്ലാതെ എന്തോ പ്രോമിസറി നോട്ടോ ചെക്കോ സ്റ്റാമ്പ് പേപ്പറോ ഉണ്ടെന്നല്ലേ ദേവി ടീച്ചർ പറഞ്ഞത്? വേഗം പോയി എടുത്തിട്ട് വാ. വേഗം വേണം, ഞങ്ങൾക്ക് വേറെ ജോലിയുണ്ട്. ശരി, കൂടെ ചെല്ല. ഇവരെ വിശ്വസിക്കാൻ പറ്റില്ല. ശരി. ചെല്ല. നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? പലിശയ്ക്ക് പണം കൊടുക്കുന്നതിന് ക്രിമിനൽ കുറ്റമാണ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.